CPIM-ന്റെ ദേശീയ സെക്രട്ടറിയായി MA ബേബി തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി പല മാധ്യമങ്ങളിലും വന്ന വാർത്ത ഇതാണ്: കണ്ണൂർ ലോബിയുടെ അഹങ്കാരം അവസാനിച്ചിരിക്കുന്നു എന്ന തലക്കെട്ടുമായി. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞാൽ, കണ്ണൂർ ലോബിയുടെ ആധിപത്യം സംസ്ഥാന കമ്മിറ്റിയിൽ വളരെ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. പിണറായി വിജയൻ അടങ്ങുന്ന ടീമിനെ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത, പാർട്ടിക്കുള്ളിലെ തന്നെ ഒരു സൂപ്പർ പവറായി കൽപ്പിച്ചു വെച്ചിരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നത് വാസ്തവം. മാത്രമല്ല, MA ബേബിയെ 2014 കൊല്ലം ലോക്സഭാ സീറ്റിൽ നാണം കെടുത്താൻ അദ്ദേഹം എതിർ സ്ഥാനാർത്ഥിയായ NK പ്രേമചന്ദ്രനെതിരെ മോശം പ്രയോഗമാണ് നടത്തിയത്. അങ്ങനെയാണ് കേരളത്തിൽ പരനാറി പ്രയോഗം എന്നൊരു ശൈലി തന്നെ വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പിണറായി വിജയൻ വാസ്തവത്തിൽ അത് ചെയ്തത് കാരണം ബേബിക്കാണ് തട്ടുകേടുണ്ടായത്. MA ബേബിക്ക് പിന്നെ നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയായി. അദ്ദേഹം അന്ന് ലോക്സഭാ സീറ്റിൽ മത്സരിക്കുമ്പോൾ കുണ്ടറയിലെ MLA കൂടിയാണ്. അദ്ദേഹം 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിന്നെ മത്സരിക്കേണ്ടി വന്നില്ല. മേഴ്സിക്കുട്ടിയമ്മയാണ് 2016 മത്സരിച്ചത്. എന്നാൽ 2021 ആയപ്പോൾ അവരും തോറ്റുപോയി. MA ബേബിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ കേരളത്തിൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയല്ല അദ്ദേഹം മുൻഗണന കൊടുക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതൽ വോട്ട് ഷെയർ നേടിയെടുത്തുകൊണ്ട്, ദേശീയ പാർട്ടി പദവി നേടിയെടുത്തുകൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുക, കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്ര നിലപാടിനോട് ആഭിമുഖ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമാണ് ബേബി മുന്നിൽ കാണുന്ന ലക്ഷ്യമെന്ന് പോളിറ്റ് ബ്യൂറോയിലെ ഒട്ടുമുക്കാൽ അംഗങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. സാധാരണ തരത്തിൽ കേരളം എന്ന ഇട്ടാവട്ടത്ത് ഒതുങ്ങിക്കൂടാനല്ല ബേബിയുടെ തീരുമാനം. MA ബേബി കഴിഞ്ഞ 10 കൊല്ലത്തിലധികമായി ഡൽഹി രാഷ്ട്രീയത്തിൽ തന്നെ നിരന്തരമായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് മത്സരിക്കുക, അല്ലെങ്കിൽ അത്തരം ഒരു നിലപാട് സ്വീകരിക്കുക എന്നത് ഒരു തെറ്റായ കീഴ്വഴക്കമെന്നാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത്. G. സുധാകരനെയും തോമസ് ഐസക്കിനെയും ഒക്കെ സംസ്ഥാന കമ്മിറ്റിയിലും അതുപോലെ ജില്ലാ കമ്മിറ്റികളിലും വരെ തഴയുന്ന CPIM-ന്റെ മനോഭാവത്തോട് ബേബിക്ക് പുച്ഛവും അവജ്ഞയുമാണ് ഉള്ളത്. കാരണം ബേബിക്ക് കൃത്യമായി അറിയാം പിണറായി വിജയൻ എന്ന വ്യക്തി എന്തുമാത്രം അദ്ദേഹത്തിൻ്റെ വക്രബുദ്ധി കൊണ്ട് മറ്റുള്ള പാർട്ടി നേതാക്കളെ അടിച്ചൊതുക്കുന്നു എന്നുള്ളത്. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ മരുമകനെയും കുഴലൂതാൻ നിൽക്കാത്തവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന രീതിയുണ്ട്. ശൈലജയെ എങ്ങനെയാണോ നാണം കെടുത്താൻ ശ്രമിച്ചത്, അതെല്ലാം പിണറായിയുടെ കുബുദ്ധിയാണ് എന്നുള്ളത് MA ബേബിക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. ബേബിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ അധികാര കസേരയിൽ നിന്ന് ഇറക്കുക എന്ന ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അത് പക്ഷേ പ്രകടമായി അദ്ദേഹം പറയില്ല. പിണറായി വിജയനെ വീണ്ടും 2026 തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കണം എന്നൊക്കെ തട്ടിവിടുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് വളരെ വ്യക്തമാണ്.